കാണാവോ? കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബാർത്തലിൻ ഡക്ട് സിസ്റ്റ് ആണ്. അപ്പം ഈ ഫിഗർ ഉണ്ടോ? ഇതിൽ ഇരിക്കുന്ന രണ്ട് ഗ്ലാൻസ് ആണ് ബാർത്തലിൻ ഗ്ലാൻസ്. ഡക്റ്റിൽ ഉണ്ടാകുന്ന സിസ്റ്റ് ആണ് ബാർത്തലിൻ. ഓക്കെ, അപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത് കോമൺ വൾവാർ ലീഷൻ. ഇത് ഉണ്ടാവുന്നത് ഡ്യൂ ടു ഒക്ലൂഷൻ ഓഫ് ബാർത്തലിൻ ഡക്ട് വിത്ത് മ്യൂക്കസ് following infection or trauma. Infection കട്ടാവുന്നുണ്ട്. ഹലോ, കേൾക്കാവോ? എന്തൊരു കേട്ടു? സ്റ്റാർട്ടിങ് ഇത് ഒരു കോമൺ വൾവാർ ലീഷൻ ആണ്. ഇതിന്റെ കോസ് എന്ന് പറയുന്നത് ഡ്യൂ ടു ഒക്ലൂഷൻ ഓഫ് ബാർത്തലിൻ ഡക്ട്. ഒക്ലൂഡ് ചെയ്തിട്ടാണ് അവിടെ സിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതാണ് ബാർത്തലിൻ ഡക്ട് സിസ്റ്റ്. ഒക്ലൂഷൻ വിത്ത് മ്യൂക്കസ് ഫോളോയിങ് ആൻ ഇൻഫെക്ഷൻ ഓർ ട്രോമ. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബാർത്തലിൻ ഗ്ലാൻഡിന്റെ ഉള്ള ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ഇപ്പം ആബ്സസ് ഒക്കെ ആവാം, അല്ലെങ്കിൽ ട്രോമ എന്ന് പറയുമ്പോൾ എപ്പിസിയോട്ടമി ഇല്ലേ, ഒരു ഇംപ്രോപ്പർ ആയിട്ട് ഒരു എപ്പിസിയോട്ടമി ഇടുവാണെങ്കിൽ അത് ഈ ഡക്റ്റിനെ കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് ഇൻഫ്ലമേഷൻ അടിച്ചിട്ട് അവിടെ ഒരു സിസ്റ്റ് ഉണ്ടാവാം. അത് രണ്ടുമാണ് കോസസ്. ലൊക്കേഷൻ പറയുമ്പോൾ ഈ ഫിഗറിൽ നോക്കിയിട്ട് നമുക്ക് ലൊക്കേഷൻ പറയാം. എവിടെ ആയിരിക്കും? ഇന്നർ സൈഡ് ഓഫ് ലേബിയ മെജോറ. ഇതാണ് സിസ്റ്റ്. കാണാവോ? ഹലോ. ഇതിന്റെ ലൊക്കേഷൻ പറയുമ്പോൾ ഇന്നർ സൈഡ് ഓഫ് ലേബിയ മെജോറ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ആന്റീരിയർ 2/3 ആൻഡ് പോസ്റ്റീരിയർ 1/3. ഈ ഫിഗറിലില്ലേ, അത് ജംഗ്ഷൻ ഓഫ് ആന്റീരിയർ 2/3 ആൻഡ് പോസ്റ്റീരിയർ 1/3 പേഷ്യന്റ് എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുക? അവിടെ പെയിൻ ഉണ്ടാവും, നല്ല പെയിൻ ഉണ്ടാവും, ലംപും ഉണ്ടാവും. പിന്നെ മറ്റേ കോഴ്ചസിന്റെ ടൈമിലൊക്കെ പെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെ ഒക്കെ സിംറ്റംസ് ഒക്കെ എഴുതാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പെയിനും ലംപും ആണ് മെയിൻ ആയിട്ട്. പിന്നെ ഇതിന് മാനേജ് ചെയ്യാന്ന് വെച്ചാൽ എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് പറയാം. പെയിൻ ഇല്ലേ, അപ്പൊ പെയിന് നമ്മൾ അനാൽജസിക്സ് കൊടുക്കാം. പിന്നെ ഇതൊരു സിസ്റ്റ് ആയതുകൊണ്ട് അതിനകത്ത് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇൻഫെക്റ്റീവ് കോസ് ഉള്ളതുകൊണ്ട് ആന്റിബയോട്ടിക്സ് കൊടുക്കാം. പിന്നെ ഈ സിസ്റ്റിന് നമുക്ക് എക്സസൈസ് ചെയ്യണ്ടേ, ആ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് മാർസുപ്പിയലൈസേഷൻ. മാർസുപ്പിയലൈസേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഇവോഷൻ ഓഫ് ഗ്ലാൻഡിനെയാണ് മാർസുപ്പിയലൈസേഷൻ. ഇത് ടെക്സ്റ്റിലുള്ള ഫിഗർ ആണ്. ഈ ഫിഗർ ഉണ്ടോ? നമ്മൾ ഗ്ലാൻഡില് നമ്മൾ ആദ്യം ലിത്തോട്ടമിക് പൊസിഷനിലാണ് പേഷ്യന്റ് ഉണ്ടാവുക. ലിത്തോട്ടമിക് പൊസിഷൻ എന്നിട്ട് അവിടെ നമ്മൾ ലോക്കൽ കൊടുക്കും. എല്ലാ സിസ്റ്റമിലും ലൈപ്പോമിക്കൊക്കെ നമ്മൾ ലോക്കൽ കൊടുക്കില്ല, അതുപോലെ നമ്മൾ ലോക്കൽ കൊടുത്തിട്ട് ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് ഇൻസിഷൻ ഇസ് മെയ്ഡ് ഇൻവോൾവിംഗ് ലേബിയ മൈനോറ ആൻഡ് ദ സിസ്റ്റ് വാൾ. അങ്ങനെ ഇൻസിഷൻ ഇട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നു. ഡ്രെയിൻ ചെയ്തിട്ട് ആ ഇൻസിഷൻ നമ്മൾ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാക്കും. എലിപ്റ്റിക്കൽ ഷേപ്പിലാക്കിയിട്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് വെക്കും, ആ ഫിഗറിലുള്ള പോലെ. ഓക്കെ, എന്നിട്ട് ആ സിസ്റ്റ് ലെഫ്റ്റ് ഓപ്പൺ. അതിന് ആ പ്രൊസീജിയറിനാണ് മാർസുപ്പിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇവേർട്ട് ചെയ്തിട്ട് അതിനെ ഓപ്പൺ ആക്കി ഇടും. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ആ സിസ്റ്റം അത് ഡക്റ്റിന് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് റിക്കറൻസ് ഉണ്ടാവില്ല. ഇറ്റ് പ്രിവെന്റ്സ് റിക്കറൻസ് ആൻഡ് ഓൾസോ ഇറ്റ് മെയിൻറ്റെയിൻസ് ഗ്ലാൻഡ്സ് ഫംഗ്ഷൻ. ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ ലൂബ്രിക്കേഷൻ ആണ്. ബാർത്തലിൻ ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ ലൂബ്രിക്കേഷൻ ആണ്. അപ്പോൾ മെയിൻറ്റെയിൻസ് ഗ്ലാൻഡ്സ് ഫംഗ്ഷൻ. ഗ്ലാൻഡിന് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ 40 years കൂടുതൽ എൽഡർലി ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് ഇത് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് മാലിഗ്നൻസിക്ക് ചാൻസ് ഉണ്ടോന്ന് അറിയണ്ടേ. ഇപ്പൊ ഡക്റ്റിൽ വല്ല മാലിഗ്നൻസി ഉണ്ടോ, ഗ്ലാൻഡിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഹിസ്റ്റോപത്തോളജിക്ക് വിടണം. പിന്നെ റിപ്പീറ്റഡ് റിക്കറൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഗ്ലാൻഡും ഡക്റ്റും കൂടെ എക്സസൈസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ അതാണ് എഴുതിയേക്കണേ. കേക്കാവോ? കട്ടാവുന്നുണ്ടോ? ഹലോ, പോയാ? അപ്പം ബാർത്തലിൻ ഡക്ട് സിസ്റ്റ് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ കോമൺ വൾവാർ ലീഷൻ. കോസ് പറയണം ഡ്യൂ ടു ഒക്ലൂഷൻ ഓഫ് ബാർത്തലിൻ ഡക്ട് വിത്ത് മ്യൂക്കസ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ബാർത്തലിൻ സിസ്റ്റ് ഉണ്ടാവുള്ളേ. അതാണെങ്കിൽ ഇത് തന്നെയാണ്, സെയിം തന്നെ, ഡക്ട് സിസ്റ്റ് ആണ്. ഗ്ലാൻഡിന്റെ ഇപ്പം ഗ്ലാൻഡിന് ഇപ്പൊ ഇൻഫ്ലമേഷൻ വന്നു, എന്നിട്ട് ഈ ഇൻഫ്ലമേഷൻ അവിടെ കിടന്ന ആബ്സസ് ആയിട്ട് അത് ഡക്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ വേണമെങ്കിൽ ഒരു സിസ്റ്റ് ഉണ്ടാവാം. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്നർ സൈഡ് ഓഫ് ലേബിയ മെജോറ ജംഗ്ഷൻ ഓഫ് ആന്റീരിയർ 2/3 ആൻഡ് പോസ്റ്റീരിയർ 1/3. പ്രസന്റേഷൻ എന്ന് പറയണം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പെയിനും ലംപും ആയിരിക്കും. മാനേജ് ചെയ്യേണ്ടത് അനാൽജസിക്സ് കൊടുക്കുക, ആന്റിബയോട്ടിക്സ് കൊടുക്കുക, മാർസുപ്പിയലൈസേഷൻ. അതിന് സർജിക്കൽ ഡ്രെയിനേജ് ആണ്. ലിത്തോട്ടമിക് പൊസിഷനിൽ കിടന്നിട്ട് അണ്ടർ ലോക്കൽ അനസ്തീഷ്യ. ആൻഡ് ഇൻസിഷൻ ഇസ് മെയ്ഡ് ഇൻവോൾവിംഗ് ലേബിയ മൈനോറ ആൻഡ് ദ സിസ്റ്റ് വാൾ. എന്നിട്ട് ഇറ്റ് ഇസ് ഡ്രെയിൻഡ് ആൻഡ് ദ ഇൻസിഷൻ ഇസ് മെയ്ഡ് എലിപ്റ്റിക്കൽ ആൻഡ് ദ എഡ്ജസ് ആർ sutured with interrupted sutures and left open. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ്സ് റിക്കറൻസ്. ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഇറ്റ് പ്രിവെന്റ്സ് റിക്കറൻസ് ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻസ് ഗ്ലാൻഡ്സ് ഫംഗ്ഷൻ.
പിന്നെ ഗ്രേറ്റർ ദാൻ 40 years 40 വയസ്സിൽ കൂടുതലുള്ള ആളാണെങ്കിൽ യു ഷുഡ് സെൻഡ് ഡ്രെയിൻ ചെയ്ത മെറ്റീരിയൽ ഫോർ ഹിസ്റ്റോപത്തോളജി എക്സാമിനേഷൻ. പിന്നെ റിപ്പീറ്റഡ് റിക്കറൻസ് വരുവാണെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. പറയണോ ഒന്നൂടെ? ഹലോ, അടുത്ത 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് മെനോപോസൽ സിംറ്റംസ് എന്ന് പറയുന്നത്. 3 മാർക്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സിംറ്റംസ് ഏതൊക്കെയാണ് എന്യൂമറേറ്റ് ചെയ്യാം. വാസോമോട്ടർ സിംറ്റംസ്. അപ്പം വെസലിന്റെ ഒക്കെ വാസോമോട്ടർ സിംറ്റംസ് അത് മെയിൻ ആയിട്ട് ഹോട്ട് ഫ്ലഷും സ്വെറ്റിംഗും ആണ് വാസോമോട്ടർ സിംറ്റംസ്. പിന്നെ യൂറോജെനൈറ്റൽ സിംറ്റംസ് ഉണ്ടാവും. പിന്നെ അത് ഡ്രൈനെസ് ഒക്കെയാണ്. ഈസ്ട്രജൻ കുറയുന്നതുകൊണ്ട് യൂറോജെനൈറ്റൽ അട്രോഫി ഉണ്ടാവും. അപ്പൊ ആ ലൈനിങ് എപ്പിത്തീലിയത്തിനൊക്കെ ഡ്രൈ ആയിട്ട് നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവും. അതാണ് യൂറോജെനൈറ്റൽ സിംറ്റംസ്. സെക്ഷുവൽ സിംറ്റംസ്, ഓസ്റ്റിയോപൊറോസിസ്, കാർഡിയോവാസ്കുലർ സിംറ്റംസ്, ക്യാൻസേഴ്സ്, ലോസ് ഓഫ് കോഗ്നിഷൻ ആൻഡ് സ്ലീപ്പ് ഡിസ്ഫങ്ഷൻ. ഓക്കെ, ഇത്രയും പേരുകൾ നമ്മൾ ഓർത്തിരിക്കുക, എന്നിട്ട് തള്ളാൻ പറ്റുന്ന സാധനമാണ് വാസോമോട്ടർ സിംറ്റംസ്, യൂറോജെനൈറ്റൽ, പിന്നെന്താ സെക്ഷൽ സിംറ്റംസ്, ഓസ്റ്റിയോപൊറോസിസ്, കാർഡിയോവാസ്കുലർ ആൻഡ് ക്യാൻസേഴ്സ്, ലോസ് ഓഫ് കോഗ്നിഷൻ ആൻഡ് സ്ലീപ്പ് ഡിസ്ഫങ്ഷൻ. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെ കുറച്ചിട്ട് എഴുതാം. വാസോമോട്ടർ സിംറ്റംസ്. വാസോമോട്ടർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഹോട്ട് ഫ്ലഷസ്, നൈറ്റ് സ്വെറ്റ്സ് ആണ് വാസോമോട്ടർ സിംറ്റമിൽ നമ്മൾ. അപ്പം നമ്മൾ പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു വേവ് ഓഫ് ഹീറ്റ്, അതൊരു 1 to 5 minutes വരെ ഒക്കെ നിൽക്കുന്ന ഒരു വേവ് ഓഫ് ഹീറ്റ് ആണ്. അങ്ങനെ ആയിരിക്കും പേഷ്യന്റ് പറയാം. ഹലോ, പോയാ? കട്ടായോ? ഹലോ, ഓക്കെ. വാസോമോട്ടർ സിംറ്റംസ് എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലഷും നൈറ്റ് സ്വെറ്റ്സും. പേഷ്യന്റ് പറയുന്നത് ഒരു 1 to 5 minutes വരെ നിൽക്കുന്ന ഒരു വേവ് ഹീറ്റ് പോലെ അവർക്ക് തോന്നിയെന്നാണ് അവർ പറയാം. പിന്നെ ഇത് മാക്സിമം ഒരു മെനോപോസ് കഴിഞ്ഞിട്ട് ഒരു 1 to 2 years വരെ ഇത് കാണാം. 2/3 ഓഫ് വിമനിൽ ഇത് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ആൻസൈറ്റിന്റെ കൂടെ കട്ടായേ വേറൊരു സ്ഥലത്തോട്ടെ. ഓക്കെ, അപ്പൊ വാസോമോട്ടർ സിംറ്റംസ് 2/3 ഓഫ് വിമനിലും ഇത് കാണുന്നുണ്ട്. പേഷ്യന്റ് പറയും മെനോപോസ് കഴിഞ്ഞിട്ട് ഒരു 1 to 2 years വരെ ഒക്കെയാണ് ഇത് പ്രസന്റ് ചെയ്യുക. പേഷ്യന്റ് പ്രസന്റേഷൻ പറഞ്ഞ ഹോട്ട് ഫ്ലഷസ് ആൻഡ് നൈറ്റ് സ്വെറ്റ്സ് ആയിട്ടായിരിക്കും. അത് ലാസ്റ്റിംഗ് ഫോർ 1 to 5 minutes. അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് പാൽപിറ്റേഷനും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാവാം. ഓക്കെ, ഇതിന്റെ കോസ് എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂ ടു ഈസ്ട്രജൻ വിഡ്രോവൽ there will be dysfunction of central thermoregulatory center. നമ്മുടെ ഹൈപ്പോതലാമസിലേക്ക് സെൻട്രൽ തെർമോറെഗുലേറ്ററി സെന്ററിന് കുഴപ്പം വന്നിട്ട് പെരിഫറൽ വാസോ ഡയലറ്റേഷൻ ഉണ്ടാവും. മെയിൻ ആയിട്ട് ഫിംഗേഴ്സിലും ടോസിലും അവിടെയൊക്കെയാണ് സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാവുക. ഫിംഗേഴ്സിലും ടോസിലും ഉണ്ടാവും. പിന്നെ അപ്പർ ബോഡി ആൻഡ് ഫേസിലൊക്കെ ഹോട്ട് ഫ്ലഷസ് പോലെയൊക്കെ തോന്നും. ഹലോ, ഹലോ. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ പെട്ടെന്ന് ഒരു വിഡ്രോവൽ അല്ല, അപ്പൊ പെട്ടെന്ന് വിഡ്രോ ചെയ്യുന്നത് കൂടാം. അപ്പൊ എന്താണ്? സർജിക്കൽ മെനോപോസ്. നമ്മൾ ഹിസ്റ്റക്ടമിയുടെ കൂടെ ഓവറിയും കൂടെ ഒക്കെ എടുത്തു കളയുകയാണെങ്കിൽ സർജിക്കൽ മെനോപോസ് ഒക്കെ വരുവാണെങ്കിൽ ഇത് ഒരു റിസ്ക് ഫാക്ടർ ആണ് അതിന്റെ. പിന്നെ സ്മോക്കിങ്ങിനകത്ത് സ്മോക്കിംഗ് ഉള്ള വിമന്റെ മെനോപോസ് ആകുമ്പോഴും ഇത് നേരത്തെ തന്നെ കാണും, കൂടുതലായിട്ട് കാണും. ഓക്കെ, പിന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഹോർമോൺ ഫോർ ട്രീറ്റ്മെന്റ് ഇൻ ഹോട്ട് ഫ്ലഷസ് ഇൻ മെനോപോസൽ വിമൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എന്താണ്? ഈസ്ട്രജൻ ആണ് ഹോർമോൺ. നമ്മൾ കൊടുക്കുന്ന സിസ്റ്റമിക് ഈസ്ട്രജൻ തെറപ്പിയാണ്. പിന്നെ അതാണ് മെയിൻ ആയിട്ട് കൊടുക്കുക. അത് ലോ ഡോസ് ഓഫ് ഈസ്ട്രജൻ, ഡോസ് ഒന്നും ഇല്ല, അതൊന്നും വേണ്ട. പിന്നെ അതേഴ്സ് വേറെ എന്തൊക്കെ കൊടുക്കാം? ഒന്നെങ്കിൽ പ്രൊജസ്റ്റിൻ എലോൺ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ CNS ഏജൻസ്, SSRIs എന്താണ്? സെലക്ടീവ് സെറോട്ടോണിൻ റിസപ്റ്റർ ഇൻഹിബിറ്റേഴ്സ്. ഇതിനകത്ത് ഈ സെൻട്രൽ തെർമോറെഗുലേറ്ററി സെന്ററിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന വേറൊരു സാധനം സെറോട്ടോണിൻ ആയിട്ടും കൂടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണെങ്കിൽ നമുക്ക് SSRIs കൊടുക്കാം. ഫ്ലൂഓക്സിറ്റിൻ, പൈറോക്സിറ്റിൻ കൊടുക്കാം, അല്ലെങ്കിൽ ഗാബാപെന്റിൻ, ക്ലോണിഡിൻ, ഫൈറ്റോ ഈസ്ട്രജൻ. പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഡയറ്റ്, എക്സസൈസ്, സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യണം, റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ നമുക്ക് ഈ മെനോപോസ് വിമനിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വാസോമോട്ടർ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ പറയാം? ആദ്യ സിംറ്റം എന്താന്ന് പറയാം? ഹോട്ട് ഫ്ലഷസ്, നൈറ്റ് സ്വെറ്റ്സ്. 1 to 5 minutes ഇത് ഉണ്ടാവുക. കോസ് എന്ന് പറയുന്നത് ഈസ്ട്രജൻ വിഡ്രോവൽ കൊണ്ടിട്ടുള്ള സെൻട്രൽ ആയിട്ടുള്ള തെർമോറെഗുലേറ്ററി സെന്ററിന് ഡിസ്ഫങ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് പെരിഫറൽ വാസോ ഡയലറ്റേഷൻ ഉണ്ടായിട്ടാണ് ഹോട്ട് ഫ്ലഷസ് സ്വെറ്റിംഗ് ഉണ്ടാവുന്നത്. വാസോ ഡയലറ്റേഷൻ ഉണ്ടാകുമ്പോഴാണ് സ്വെറ്റിംഗും ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവുന്നത്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഓർത്ത് എഴുതാം. സർജിക്കൽ മെനോപോസ്, സ്മോക്കിംഗ്. പിന്നെ നമ്മൾ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് എഴുതാം. സിസ്റ്റമിക് ഈസ്ട്രജൻ തെറപ്പി, അല്ലെങ്കിൽ SSRIസോ പ്രൊജസ്റ്റിൻസോ. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എല്ലാ കേസിലും എഴുതിക്കണം കേട്ടോ. ഡയറ്റ്, എക്സസൈസ്, ക്വിറ്റ് സ്മോക്കിംഗ്, റിലാക്സേഷൻ ടെക്നിക്സ്. അതാണ് വാസോമോട്ടർ സിംറ്റംസ്. അടുത്ത യൂറോജെനൈറ്റൽ സിംറ്റംസ്. എന്താണ് അതിന്റെ? പോയാ?
യൂറോജെനറ്റൽ സിംറ്റംസ് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ട്രോഫിക് ഇൻഫ്ലുവൻസ് ഓഫ് ഈസ്ട്രജൻ ഓൺ നമ്മുടെ യൂറോജെനറ്റൽ എപ്പിത്തീലിയം ഇറ്റ് കോസസ് യൂറോജെനറ്റൽ അട്രോഫി ഉണ്ടാക്കും. അപ്പൊ എന്താണ് അട്രോഫി വരുമ്പോൾ വാജിനൽ ഡ്രൈനസ്, പ്രൂറൈറ്റിസ്, ഡിസ്പെരിയൂണിയ, ഡിസ്യൂറിയ, ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ആൻഡ് അർജൻസി ഓഫ് മെൻസ്ട്രുവേഷൻ. ഇതൊക്കെ ആയിരിക്കും പേഷ്യന്റ് യൂറോജെനറ്റൽ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഇത്ര ചെയ്താൽ. പിന്നെ ഇത് pH ആൽക്കലൈൻ, ഈ നമ്മുടെ വാജിനൽ pH കൂട്ടും, ആൽക്കലൈൻ ആക്കിയിട്ട് ഇൻഫെക്ഷൻ പ്രോൺ ആക്കും. പിന്നെ യൂറിനറി ഇൻകോണ്ടിനൻസും കൂടെ ടെക്സ്റ്റ് പറയുന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് എഴുതണ്ട. ഓക്കെ, അപ്പൊ അത്രയാണ് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഫീച്ചർ എഴുതുക, കോസ് എഴുതി. പിന്നെ നമ്മളിത് ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? എല്ലാത്തിനും ഈസ്ട്രജൻ തന്നെ കൊടുക്കുക ഇതിനകത്ത്. സിസ്റ്റമിക് ടോപ്പിക്കൽ ഈസ്ട്രജൻ കൊടുക്കാമല്ലോ. യൂറോജെനറ്റൽ സിംറ്റം ഡ്രൈനസ് കുറയ്ക്കാൻ വേണ്ടി ടോപ്പിക്കൽ ഈസ്ട്രജൻ നമുക്ക് കൊടുക്കാം. ടോപ്പിക്കൽ കൊടുക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് മിനിമൈസസ് എൻഡോമെട്രിയൽ സ്റ്റിമുലേഷൻ. അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ടോപ്പിക്കലായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ഡ്രഗ്സിന്റെ പേര് പറയുന്നുണ്ട്, പ്രിമാരിനും എസ്ട്രഡയോൾ വാജിനൽ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 2 ഡ്രഗ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനം യൂസ് ചെയ്യുന്നത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള നോൺ ഹോർമോണൽ ലൂബ്രിക്കൻസും യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് യൂറോജെനറ്റൽ സിംറ്റംസ്. എന്താണ് സിംറ്റംസ്? ഡ്രൈനസ്, പ്രൂറൈറ്റിസ്, ഡിസ്പെരിയൂണിയ, ഡിസ്യൂറിയ, ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ആൻഡ് അർജൻസി. മറ്റേ യൂറോജെനറ്റൽ 2 കോസസ് ആയിട്ടൊന്ന് സിംറ്റംസ് എഴുതുക. പിന്നെ pH കൂട്ടിയിട്ട് ഇൻഫെക്ഷന് പ്രോൺ ആക്കുന്ന എഴുതുക. കോസ് എന്ന് പറയുന്നത് എന്താണ്? ലാക്ക് ഓഫ് ട്രോഫിക് ഇൻഫ്ലുവൻസ് ഓഫ് ഈസ്ട്രജൻ ഓൺ യൂറോജെനറ്റൽ എപ്പിത്തീലിയം. അങ്ങനെ യൂറോജെനറ്റൽ അട്രോഫി ഉണ്ടാകുന്നു. ട്രീറ്റ്മെന്റ് സിസ്റ്റമിക് ആൻഡ് ടോപ്പിക്കൽ ഈസ്ട്രജൻസ്. ഓക്കെ, അടുത്തത് സെക്ഷൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഡിസ്പെരിയൂണിയ, ഡിക്രീസ് ലിബിഡോ, 2 കോസസ്. ഓക്കെ, അപ്പം എന്റെ കോസ് എന്ന് പറയുന്നത് മൾട്ടി ഫാക്ടോറിയൽ കോസ് ആണ്. അതിന്റെ കൂടെ ഈസ്ട്രജന്റെ കുറവും കൂടെ അതിന്റെ കൂടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോസും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ട്രീറ്റ് ചെയ്യുമ്പോൾ ഈസ്ട്രജൻ എഫക്റ്റീവ് അല്ല, ആൻഡ്രോജൻ തെറാപ്പിയും ഡൗട്ട്ഫുൾ ആണ്. ടെക്സ്റ്റിൽ അങ്ങനെ ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈസ്ട്രജൻ നോട്ട് എഫക്റ്റീവ് എന്ന് അവർ എടുത്ത് എഴുതിയിട്ടുണ്ട്. സെക്ഷൽ പ്രോബ്ലമിന് നമുക്ക് ഈസ്ട്രജൻ നോട്ട് എഫക്റ്റീവ് ആണ്. എന്താണ് സിംറ്റംസ്? ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് ഡിസ്പെരിയൂണിയ, ഡിക്രീസ് ലിബിഡോ ആയിരിക്കും. കോസസ് മൾട്ടി ഫാക്ടോറിയൽ. പിന്നെ ഓസ്റ്റിയോപൊറോസിസിന് കുറെ കഥ കൊടുത്തിട്ടുണ്ട്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഡെബിലിറ്റേറ്റിംഗ് സീക്വൽ ഓഫ് മെനോപോസ്. അപ്പം അത് പേഷ്യന്റ് പ്രസന്റ് ചെയ്യുക ഫ്രാക്ചേഴ്സ് ആയിട്ടായിരിക്കും. അതിന്റെ ഓസ്റ്റിയോപീനിയ ഒന്ന് ഓസ്റ്റിയോപൊറോസിസ് വന്നിട്ട് ഈസി ആയി പെട്ടെന്ന് ഫ്രാക്ചർ ആവും. അതാണ് പ്രസന്റിങ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിന് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, മെഡിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. മോഡിഫൈ ചെയ്യാൻ പറ്റാത്തുള്ള ഓസ്റ്റിയോപൊറോസിസിന്റെ ഫാക്ടേഴ്സ് എന്താണ്? ഏജ്, കുറെ ഏജ് ആയിട്ടുണ്ടെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് നാച്ചുറലി വരാം, അല്ലെങ്കിൽ ഏഷ്യന് വരാം. ഫാമിലി ഹിസ്റ്ററി ഓഫ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടെങ്കിൽ അതൊക്കെ നോൺ മോഡിഫയബിൾ അല്ലേ. പിന്നെ സ്മോൾ ബോഡിയാണ്, കുഞ്ഞു ബോഡിയാണ്, അല്ലെങ്കിൽ ഏർലി മെനോപോസ്. പിന്നെ എന്താണ്? ഹിസ്റ്ററി ഓഫ് പ്രയർ ഫ്രാക്ചർ, സർജിക്കൽ മെനോപോസ് ഒക്കെയാണ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. ഇനി മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലിലും സെഡൻഡറി ലൈഫ് സ്റ്റൈലോ, സ്മോക്കിംഗ്, എക്സസീവ് കഫീൻ ഓർ ആൽക്കഹോൾ, ലോ ബോഡി വെയിറ്റ്, അല്ലെങ്കിൽ മറ്റേ കാൽഷ്യം വൈറ്റമിൻ ഡിയും ബോണ്ട് വേണം. അത് കൊടുത്തില്ലെങ്കിൽ റെഡ്യൂസ്ഡ് കാൽഷ്യം വൈറ്റമിൻ ഡി ഇൻടേക്ക് ആണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് വരും. അതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. മാറ്റാൻ വേണമെങ്കിൽ വേണ്ടാത്ത വെക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. പിന്നെ മെഡിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുള്ള ഓസ്റ്റിയോപൊറോസിസ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനോറക്സിയ നെർവോസ, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ പാരാതൈറോയിഡിസം, ക്രോണിക് റീനൽ ഡിസീസ്, സിസ്റ്റമിക് സ്റ്റിറോയിഡിന്റെ തെറപ്പി, മാലബ്സോർപ്ഷൻ സിൻഡ്രോം ഒക്കെ വരുമ്പോൾ വൈറ്റമിൻ സി, കാൽഷ്യം, വൈറ്റമിൻ ഡി ഒന്നും അസുഖമാകാത്ത കണ്ടീഷൻ, അതൊക്കെ മെഡിക്കൽ കണ്ടീഷൻസ്. റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മെഡിക്കൽ കോസസ്. ഓക്കെ, അപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ പറയുമ്പോൾ നോൺ മോഡിഫയബിൾ, മോഡിഫയബിൾ, കുറച്ച് മെഡിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ എഴുതാം. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ ബോണിനകത്ത് ബോൺ മിനറൽ ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്തിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഏതൊക്കെ ബോണിലാണ്? ലംബാർ സ്പൈനിൽ, നമ്മുടെ റേഡിയസിൽ, കയ്യിലെ റേഡിയസിലും ഹിപ്പിലുമാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡെക്സ മെത്തേഡാണ്. ഡെക്സ എന്ന് വെച്ചാൽ ഡ്യുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷനോമെട്രി. ഡ്യുവൽ എനർജി എക്സ്റേ വെച്ചിട്ടുള്ള അബ്സോർപ്ഷനോമെട്രി, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഡെക്സ സ്കാൻ ആണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ. പിന്നെ ഇറ്റ് ഈസ് ഡൺ ടു ഡയഗ്നോസ് ഓസ്റ്റിയോപൊറോസിസ് ആൻഡ് ടു അസസ് ദ റിസ്ക് ഓഫ് ഫ്രാക്ചർ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഈ ടി സ്കോർ എന്ന് കൊടുത്തിട്ടില്ല. ഇപ്പൊ നോർമൽ ആണെങ്കിൽ, ഇപ്പൊ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നോർമൽ പേഷ്യന്റിന്റെ ബോൺ ഡെൻസിറ്റി എടുക്കും, ബോൺ മിനറൽ ഡെൻസിറ്റി എടുത്തിട്ട് അതിന്റെ എത്ര സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവാണ് ഈ പേഷ്യന്റിന് എന്ന് വെച്ചിട്ടാണ് ഓസ്റ്റിയോപീനിയ ആണോ ഓസ്റ്റിയോപൊറോസിസ് ആണോ എന്ന് പറയുന്നത്. ഒരു നോർമൽ നോർമൽ പേഷ്യന്റിനെക്കാട്ടും പ്ലസ് 2.5 അല്ലെങ്കിൽ -1.0 വരെ നോർമൽ ആണ്. നമ്മൾ ഗ്രോത്തിൽ പഠിച്ചില്ലേ, ഗ്രോത്ത് ഗ്രാഫ് വരച്ചിട്ട് പ്ലസും മൈനസും മേലും താഴെയും. അതുപോലെ ഓസ്റ്റിയോപീനിയ ആണെങ്കിൽ ഒരു -1.0 to
-2.5 ആണെങ്കിൽ ഓസ്റ്റിയോപീനിയ, ലെസ് ദാൻ -2.5 ആണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ്. വീണ്ടും ബോണ്ട് ഡെൻസിറ്റി ഒരു നോർമൽ ആൾ ഓഫ് ദ സെയിം സെക്സ് ആൻഡ് ദ സെയിം ഏജ്, ആ ആളിന്റെ വെച്ചിട്ട് ഉള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര കുറച്ചിട്ടുണ്ടോ അത്രയുമാണ് ഓസ്റ്റിയോപീനിയ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനാണ് ടി സ്കോർ എന്ന് പറയുന്നത്. അതിന്റെ വേരിയേഷൻസ് എന്ന് പറയുന്നത് നോർമൽ -1 വരെ വരാം. -1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓസ്റ്റിയോപീനിയ ആണെങ്കിൽ -1 to -2.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓസ്റ്റിയോപൊറോസിസ് ആണെങ്കിൽ ലെസ് ദാൻ -2.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പിന്നെ ഗ്രേറ്റർ ദാൻ 65 ഇയേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ റിസ്ക് ഓഫ് ഫ്രാക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ, റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലേ, ഫാമിലി ഹിസ്റ്ററി അങ്ങനത്തെ മോഡിഫൈഡ് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് 65 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ബോൺ മിനറൽ ഡെൻസിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇതിന്റെ പ്രിവെൻഷൻ, അതാണ് ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? നോൺ ഫാർമക്കോളജിക്കലി പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ തെറപ്പി ഉണ്ട്. നോൺ ഫാർമക്കോളജിക്കൽ എന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാ കാൽഷ്യം വൈറ്റമിൻ ഡി കൊടുക്കാം. കാൽഷ്യത്തിന്റെ ഡോസ് എഴുതണം എന്ന് പറഞ്ഞില്ല. 31 to 50 ഇയേഴ്സ് വരെ 1000 milligrams once daily. 51 ഇയേഴ്സ് കഴിഞ്ഞിട്ട് 1200 milligrams once daily. വൈറ്റമിൻ ഡിയുടെ ഡോസ് എന്ന് പറയുന്നത് 51 to 70. ഇപ്പൊ നമ്മൾ 51 വരെ പറഞ്ഞില്ലേ, വൈറ്റമിൻ ഡി അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. 51 to 70 ഇയേഴ്സ് വരെ 400 international units once daily. 70 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എന്താണ് 600 international units once daily. അതാണ് കാൽഷ്യം വൈറ്റമിൻ ഡിയുടെ ഡോസ്. പിന്നെ എക്സസൈസ് ചെയ്യാം, ബോൺ മിനറൽ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാം. പിന്നെ സെസേഷൻ ഓഫ് സ്മോക്കിംഗ്, അത് നമുക്ക് എല്ലാവർക്കും എഴുതാം കേട്ടോ. അത്രയാണ് നോൺ ഫാർമക്കോളജിക്കൽ തെറപ്പിയിൽ കാൽഷ്യം വൈറ്റമിൻ ഡി, എക്സസൈസ്, സെസേഷനും സ്മോക്കിങ്ങും. പിന്നെ ഫാർമക്കോളജിക്കൽ തെറപ്പി, ഓസ്റ്റിയോപൊറോസിസിന്റെ ഫാർമക്കോളജിക്കൽ തെറപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർമോൺ തെറപ്പി. നമുക്ക് എക്സ്ട്രാ ഈസ്ട്രജനും അങ്ങനെ ഹോർമോൺ തെറപ്പി കൊടുക്കാം. അല്ലെങ്കിൽ ബിസ്ഫോസ്ഫനേറ്റ്സ് പഠിച്ചിട്ടില്ല, ഇതാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ബിസ്ഫോസ്ഫനേറ്റ്സ് ആണ്. ഓക്കെ, ഇതാണ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മറ്റേ ഇതില്ലേ, സെർം ഇല്ലേ, സെലക്ടീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡിഫയർ, അത് റെലോക്സിഫിൻ കൊടുക്കാം. ഇല്ലെങ്കിൽ ടിബോലോൺ എന്ന് പറഞ്ഞിട്ട് ഡ്രഗ് ഉണ്ട്, കാൽസിറ്റോണിൻ, PTH, പാരതൈറോയിഡ് ഹോർമോൺ. ഇത്രയാണ് ഫാർമക്കോളജിക്കൽ തെറപ്പിയിൽ പറയാം. ഓക്കെ, ഇതിൽ ആദ്യത്തെ 5 എണ്ണം ഇല്ലേ, അത്രയെന്ന് വെച്ചാൽ അത് ബോൺ റിസോർപ്ഷൻ കുറയ്ക്കും. എന്നുവെച്ചാൽ ഓസ്റ്റിയോപൊറോസിസ് വരാതെ നോക്കാൻ വേണ്ടി ബോൺ റിസോർപ്ഷൻ കുറയ്ക്കും. ഓക്കെ, അതാണ് ആദ്യത്തെ ഹോർമോണും ബിസ്ഫോസ്ഫനേറ്റ്സ്, റെലോക്സിഫിൻ, അതൊക്കെ ബോൺ റിസോർപ്ഷൻ കുറയ്ക്കും. ലാസ്റ്റ് പാരാ ഹോർമോൺ എന്ന് വെച്ചാൽ ബോൺ ഫോർമേഷന് എൻഹാൻസ് ചെയ്യും. അത് ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ ആക്ടിവിറ്റി കൂട്ടിയിട്ട് ബോൺ ഫോർമേഷനെ എൻഹാൻസ് ചെയ്യും. ഓക്കെ, അത്രയാണ് ഫാർമക്കോളജിക്കൽ തെറപ്പി എന്ന് പറയുന്നത്. ഇനി ബിസ്ഫോസ്ഫനേറ്റ്സിനെ കുറിച്ച് എങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ഓസ്റ്റിയോപൊറോസിസ്. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോർമോൺ തെറാപ്പി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം, അത് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിയുമ്പോഴേക്കും വീണ്ടും ഈസ്ട്രജൻ വിഡ്രോയിൽ വന്നിട്ട് വീണ്ടും ഓസ്റ്റിയോപൊറോസിസ് വരും. പക്ഷേ ബിസ്ഫോസ്ഫനേറ്റ്സ് ആണെങ്കിൽ അതിന്റെ എഫക്ട് സസ്റ്റെയിൻഡ് ഈവൻ ആഫ്റ്റർ ഡിസ്കണ്ടിന്യൂഷൻ. അതാണ് എൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി 3 ഡ്രഗിന്റെ പേര് മാത്രം മേടിക്കുക, അലൻഡ്രോണേറ്റ്, റൈസിഡ്രോണേറ്റ്, ഇബെൻഡ്രോണേറ്റ്. അത് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലിയോ ഡെയിലി റെജിമെൻ, ഡെയിലി ഡോസസ് ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും അലൻഡ്രോണേറ്റ്, റൈസിഡ്രോണേറ്റ്, ഇബെൻഡ്രോണേറ്റ്, അത്രയും. പിന്നെ ഇതിന്റെ ഒരു എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് പുവർ ഓറൽ ബയോ അവൈലബിലിറ്റി ആണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഒന്നും കഴിക്കാൻ പാടില്ല. പേഷ്യന്റിന്റെ അടുത്ത് നേരെ ഇരിക്കാൻ പറയണം, ഗ്യാസ്ട്രൈറ്റിസും ഉണ്ടാക്കും. ഓക്കെ, പിന്നെ വേറൊരു നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു ADR ആണ് ഓസ്റ്റിയോ നെക്രോസിസ് ഓഫ് ജോ ആഫ്റ്റർ ടൂത്ത് എക്സ്ട്രാക്ഷൻ. ബിസ്ഫോസ്ഫനേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എഫക്ട് സസ്റ്റെയിൻഡ് ഈവൻ ആഫ്റ്റർ ഡിസ്കണ്ടിന്യൂഷൻ. 3 എക്സാമ്പിൾ എഴുതാം, അലൻഡ്രോണേറ്റ്, റൈസിഡ്രോണേറ്റ്, ഇബെൻഡ്രോണേറ്റ്, അത്ര എഴുതാലോ. പിന്നെ റെലോക്സിഫിൻ എന്ന് പറയുന്നത് ഒരു സെർം ആണ്, സെലക്ടീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റർ. അതാട്ടോ, സെലക്ടീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റർ. ഓക്കെ, ഇറ്റ് ഇസ് ദ ഓൺലി സെർം വിച്ച് ഇസ് അപ്രൂവ്ഡ് ഫോർ ഓസ്റ്റിയോപൊറോസിസ്. ഇത് മാത്രമേ നമ്മൾ ഓസ്റ്റിയോപൊറോസിന് കൊടുക്കുന്ന ഒരു സെർം എന്ന് പറയുന്നത്, ഇത് മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ ഇതിന് സെലക്ടീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ സെലക്ടീവ് എന്ന് പറയാൻ കാരണം എന്താ, ചില സ്ഥലത്ത് അത് ഈസ്ട്രജൻ എഗനിസ്റ്റ് അറ്റാക്ക് ചെയ്യും, ചില സ്ഥലത്ത് ഈസ്ട്രജൻ ആന്റഗനിസ്റ്റ് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് അതിന് സെലക്ടീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റർ എന്ന് പറയുന്നത്. ചിലടത്ത് എഗനിസ്റ്റ്, ചിലടത്ത് ആന്റഗനിസ്റ്റ്. എഗനിസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് ബോണിൽ, അങ്ങനെ അത് ഓസ്റ്റിയോപൊറോസിസ് പ്രിവെന്റ് ചെയ്യും. ആന്റഗനിസ്റ്റ് ആയിട്ട് റെലോക്സിഫിൻ ആക്ട് ചെയ്യുന്നത് ബ്രസ്റ്റിലും യൂട്രസിലും. അപ്പൊ അതൊന്നും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിൽ, യൂട്രൈൻ ക്യാൻസറിനൊക്കെ ഹോർമോൺ തെറപ്പിക്കകത്ത് നമുക്ക് ഈ റെലോക്സിഫിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏതുണ്ടായിരിക്കും, ഹോട്ട് ഫ്ലഷും വീനസ് ത്രോംബോഎംബോളിസം. അത് വേണ്ട. റെലോക്സിഫിൻ ചോദിക്കുകയാണെങ്കിൽ ഓൺലി സെർം ഫോർ, ഇതൊരു സെർം ആണ്, ഓൺലി സെർം ഫോർ ഓസ്റ്റിയോപൊറോസിസ്. അതിന് സെലക്റ്റീവ് ആക്ഷൻ ആണ്, അതുകൊണ്ട് അതിന് എഗനിസ്റ്റ് ആൻഡ് ബോൺ, അങ്ങനെ ഓസ്റ്റിയോപൊറോസിസിനെ ട്രീറ്റ് ചെയ്യാം. പിന്നെ ഒരു ആഡഡ് അഡ്വാൻറ്റേജും കൂടെ എഴുതാൻ പറ്റുന്ന എന്താണ്, അത് പ്രൊട്ടക്റ്റീവ് അഗെയിൻസ്റ്റ് ഈസ്ട്രജന്, ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് എൻഡോമെട്രിയൽ ക്യാൻസർ, പ്രൊട്ടക്റ്റീവും കൂടെയാണ്. അതാണ് റെലോക്സിഫിൻ. ഓക്കെ, ഇനി ടിബലോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിറോയിഡ് ആണ്, സിന്തറ്റിക് ടിബി ഓർത്താൽ മതി, ടിബലോൺ സിന്തറ്റിക് സ്റ്റിറോയിഡ് ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ
ഡിപ്പെൻസ് ഓൺ കൺവേർഷൻ ഓഫ് ഈ ഡ്രഗ് ഇൻ ടു ഡിഫറെന്റ് മെറ്റബോളൈറ്റ്സ്. പല സ്ഥലത്ത് പല മെറ്റബോളൈറ്റ്സ് ആയിട്ട് ആക്ടിവിറ്റി സെർം പോലെ തന്നെ സെലക്റ്റീവ് ആണ്. ചില സ്ഥലത്ത് എഗനിസ്റ്റ് ആയിട്ട്, ചില സ്ഥലത്ത് ആന്റഗനിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ബോണ്ടിൽ മാത്രം പഠിക്കാം. ബോണ്ടിലാണെങ്കിൽ അത് 2 മെറ്റബോളൈറ്റ്സ് ഉണ്ടാക്കും. 3 ആൽഫ ഹൈഡ്രോക്സി ടിബിലോണും 3 ബീറ്റ ഹൈഡ്രോക്സി ടിബിലോണും ഉണ്ടാക്കിയിട്ട് അത് ബൈൻഡ്സ് ടു ഈസ്ട്രജൻ റിസെപ്റ്റേഴ്സ്. അങ്ങനെ അത് എഗനിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഓസ്റ്റിയോപോറോസിസ് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ആന്റഗനിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബ്രസ്റ്റിലും യൂട്രസിലും. അത് വേണ്ട. ടിബിലോൺ ഒരു സിന്തറ്റിക് സ്റ്റിറോയിഡ് ആണ്. ഡിഫറെന്റ് ആക്ഷൻ ഇൻ ഡിഫറെന്റ് ടിഷ്യൂസ് ആണ്. ഡിപ്പെൻസ് ഓൺ ദ മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ബോണിൽ അത് എഗനിസ്റ്റിക് ആക്ഷൻ ആണ്. കാൽസിറ്റോണിൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഓറലി കൊടുക്കില്ല. നമ്മൾ പഠിച്ച ബാക്കിയെല്ലാം നമുക്ക് ഓറലിക്ക് കൊടുക്കായിരുന്നു. ഈ ലാസ്റ്റത്തെ 2 ഓറലി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാൽസിറ്റോണിന് പാരതൈറോയിഡും കൊടുക്കുന്നത്, കാൽസിറ്റോൺ ആണെങ്കിൽ ഇൻട്രാനേസിൽ അല്ലെങ്കിൽ സബ്ക്യൂർ IM ആയിട്ട് കൊടുക്കാം. ഇൻട്രാനേസിൽ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഡോസ് കൊടുക്കാം, കാരണം കുറച്ച് മൂക്കിലൊക്കെ ഇരുന്നിട്ട് പോകുമല്ലോ. സബ്ക്യൂ IM ആണെങ്കിൽ കുറച്ച് കുറവ് ഡോസ് മതി. ആദ്യത്തെ 200 IU, പിന്നത്തെ 100 IU പെർ ഡേ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. പാരാതൈറോയിഡ് ഹോർമോൺ ആണെങ്കിൽ റീകോമ്പിനന്റ് PTH ആണ്. അതിന്റെ പേര് ചെറി പാരാറ്റൈഡ് ആണ്. അത് സബ്ക്യൂ ആയിട്ടാണ്. അത് എന്ത് ചെയ്യും? പാരാതൈറോയിഡ് ഹോർമോൺ മാത്രമാണ് ബോൺ ഫോർമേഷൻ എൻഹാൻസ് ചെയ്യുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കൂട്ടിയിട്ട് ബോൺ ഫോർമേഷൻ എൻഹാൻസ് ചെയ്യുന്നത് പാരാതൈറോയിഡ് ഹോർമോൺ ആണ്. അപ്പൊ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയുമാണ് വേണ്ടത്. ഓസ്റ്റിയോപൊറോസിസ് നമുക്ക് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ബോൺ മിനറൽ ഡെൻസിറ്റി വെച്ചിട്ട് അതിന്റെ മറ്റേ T സ്കോർ ഒക്കെ ചെയ്താൽ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? പ്രിവെൻഷൻ നോൺ ഫാർമക്കോളജിക്കൽ, ഫാർമക്കോളജിക്കൽ. നോൺ ഫാർമക്കോളജിക്കൽ ആണെങ്കിൽ കാൽഷ്യം, വൈറ്റമിൻ ഡി, എക്സസൈസും സെസേഷൻ സ്മോക്കിംഗ്. ഫാർമക്കോളജിക്കൽ ആണ് ഹോർമോൺ തെറപ്പി, ബിസ്ഫോസ്ഫോനേസ്, റിലോക്സിഫൻ, ടിബിലോൺ, കാൽസിറ്റോൺ, പിന്നെ പാരാത് ഹോർമോൺ. രണ്ടായിട്ട് എഴുതണം. ബോൺ റിസപ്ഷൻ, ബോൺ ഫോർമേഷൻ എൻഹാൻസ് ചെയ്യും. ഇനി അടുത്ത കോഴ്സ് കാർഡിയോ വാസ്കുലർ കോഴ്സ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ കോഴ്സാ പറഞ്ഞേ? ഇപ്പൊ നമ്മള് ഓസ്റ്റിയോപൊറോസിസ് അല്ല, വാസോമോട്ട്, യൂറോജനൈറ്റ്, സെക്ഷൽ പ്രോബ്ലംസ് ജസ്റ്റ് പറഞ്ഞു, ഓസ്റ്റിയോപൊറോസിസും പറഞ്ഞു. ഇനി അടുത്തതാണ് കാർഡിയോ വാസ്കുലർ കോഴ്സസ്. മെയിൻ ആയിട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാക്കും മെനോപോസിൽ, സ്ട്രോക്ക് ഉണ്ടാക്കും മെനോപോസിൽ, വീനസ് ത്രോംബോ എംബോളിസം ഉണ്ടാക്കും. അതിന്റെ കോസ് എന്ന് വെച്ചാൽ ഡ്യൂ ടു ലാക്ക് ഓഫ് ബെനിഫിഷ്യൽ എഫക്ട് ഓഫ് ഈസ്ട്രജൻ. അത് പോയില്ല, ഈസ്ട്രജൻ വിഡ്രോവൽ വന്നു. അപ്പൊ എന്ത് പറ്റും? ഈസ്ട്രജൻ പണ്ട് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ബിഫോർ മെനോപോസ് ഈസ്ട്രജൻ ഉള്ളതുകൊണ്ട് അത് HDL ലെവൽ കൂട്ടിയിട്ട് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുമായിരുന്നു. HDL കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണ്, LDL കാർഡിയോ ഹാർട്ടിന് കൊള്ളൂല, അങ്ങനെയില്ലേ? അത് ഈ ഈസ്ട്രജൻ HDL ലെവൽ കൂട്ടിയിട്ട് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഈസ്ട്രജൻ വിഡ്രോവൽ വരുമ്പോൾ എന്താ? ബെനിഫിഷ്യൽ എഫക്ട് പോയി. അപ്പം ഈ സ്ട്രോക്കും ഇതൊക്കെ എംബോളിസും ഒക്കെ വരും. പിന്നെ ഇതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഡെത്ത് ഒക്കെ കോസ് ചെയ്യുന്നത്. മെനോപോസൽ വിമന് ഡെത്ത് കോസ് ചെയ്യാൻ വരെ ചാൻസ് പറയുന്നത്. എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? അപ്പൊ മെയിൻ ആയിട്ട് താഴത്തെ റിസ്ക് ഫാക്ടർ നോക്കണേ. റിസ്ക് ഫാക്ടേഴ്സ് മറ്റേത് പറഞ്ഞ പോലെ തന്നെ നോൺ മോഡിഫയബിൾ, മോഡിഫയബിൾ, മെഡിക്കൽ. നോൺ മോഡിഫയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഏജ്. ഹാർട്ട് ഡിസീസിനൊക്കെ ഒരു ഏജ്, കുറച്ച് വയസ്സായ ഹാർട്ട് ഡിസീസ് വരും. ഫാമിലി ഹിസ്റ്ററി ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും വരും. മോഡിഫയബിൾ ആയിട്ട് മെയിൻലി ഒബിസിറ്റി, സ്മോക്കിംഗ്, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. ഇനി മെഡിക്കൽ എന്താ? ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ. ഹൈപ്പർലിപ്പിഡീമിയ ഒക്കെ ആണെങ്കിൽ അത് LDL ഒക്കെ കൂടി നിൽക്കുന്ന കേസിലൊക്കെ ആണെങ്കിൽ അത്രയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഈ മോഡിഫയബിൾ മെഡിക്കൽ ആയിട്ടുള്ളതും ട്രീറ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്താം. ഒബിസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഡയറ്ററി മോഡിഫിക്കേഷൻ, എക്സസൈസ് ഒക്കെ പറഞ്ഞ് വണ്ണം കുറയ്ക്കാൻ പറയാം. സെസേഷൻ ഓഫ് സ്മോക്കിംഗ് ഒക്കെ എക്സസൈസ് ഒക്കെ കൊടുക്കുക. ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ട്രീറ്റ് ചെയ്യണം. പിന്നെ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയും ട്രീറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. കാർഡിയോവാസ്കുലർ കോസ് ഏതൊക്കെയാണെന്ന് പറയാം. കോസ് എന്താന്ന് പറയാം? ഡ്യൂ ടു ലാക്ക് ഓഫ് ബെനിഫിഷ്യൽ എഫക്ട് ഓഫ് ഈസ്ട്രജൻ വിച്ച് വാസ് നമ്മുടെ HDL കൂടി നിൽക്കുന്നതുകൊണ്ട് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു, അത് പോയി. അപ്പൊ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം പ്രിവെന്റ് ചെയ്യാം. ഓക്കെ. ഇനി ലാസ്റ്റ് ആയിട്ട് ക്യാൻസർ. ക്യാൻസർ എന്ന് പറയുന്നത് മെനോപോസ് മെയിൻലി ബ്രസ്റ്റ് ക്യാൻസറിന്റെ കോസ് എന്താണ്? ഈസ്ട്രജൻ കുറെ കൊടുക്കുവാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവും. കുറെ ഈസ്ട്രജൻ അല്ലേ, എന്താണ് ഏർലി മെനാർക്കി, ലേറ്റ് മെനോപോസ്. അപ്പൊ അത്രയും കുറെ നാളത്തെ ഈസ്ട്രജൻ എക്സ്പോഷർ ഉള്ളതുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചിട്ടില്ലേ ആ സാധനം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഹോർമോൺ തെറപ്പി കൊടുക്കുമ്പോൾ അതിനകത്ത് കുറെ ഈസ്ട്രജൻ അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ലോങ് ടേം ഹോർമോൺ തെറപ്പിയില്ലാത്ത ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കും. പിന്നെ കോളറൽ ക്യാൻസർ റെഡ്യൂസസ് ഈ ഈസ്ട്രജൻ റെഡ്യൂസ് എന്താ പറയുക, ഒരു മിനിറ്റ് ചെറുതായിട്ടൊന്ന് ട്രിപ്പ് ചെയ്യും. ഈസ്ട്രജൻ ആണ്. ഈസ്ട്രജൻ തെറപ്പി, ഹോർമോൺ തെറപ്പി റെഡ്യൂസസ് റിസ്ക് ഓഫ് കോളറൽ ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറും എൻഡോമെട്രിയൽ ക്യാൻസർ ഒക്കെ ചുമ്മാ എഴുതിയാൽ മതി. അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ട്രിപ്പിൾ അസസ്മെന്റ് വെച്ചിട്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. സെൽഫ് എക്സാമിനേഷൻ ടെസ്റ്റും ആനുവൽ മാമോഗ്രാമും, പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ലംപ് വല്ലതും കിട്ടുവാണെങ്കിൽ FNACയോ ബയോപ്സിയോ. ഓക്കെ. എക്സാമിനേഷൻ റേഡിയോളജിയിൽ മാമോഗ്രാം, അൾട്രാസൗണ്ട് ഏതെങ്കിലും, അല്ലെങ്കിൽ FNAC പാത്തോളജിക്കലി ഹിസ്റ്റോപാത്ത്, FNACയും ബയോപ്സിയും. പിന്നെ ഈ ഒരു സേം റെലോക്സിഫൻ നേരത്തെ പറഞ്ഞില്ലേ, പോസ്റ്റ്മെനോപോസിൽ കൊടുക്കുന്ന ഒരു സേം ആണ് റെലോക്സിഫൻ. അത് റെഡ്യൂസസ് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു നമ്മുടെ പിന്നെ ലാസ്റ്റത്തത് കോഗ്നിഷൻ ആൻഡ് സ്ലീപ്പ് ഡിസ്ഫങ്ഷൻ. അതൊന്നുമില്ല, അത് ഹോട്ട് ഫ്ലഷിന്റെ കൂടെ സ്ലീപ്പ് ഡിസ്ഫങ്ഷൻ വരുന്ന ടെക്സ്റ്റിൽ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, കോഗ്നിഷനും സ്ലീപ്പ് ഡിസ്ഫങ്ഷനും ഇതിന്റെ ഒരു സിംറ്റം ആണ്. ലോസ് ഓഫ് കോഗ്നിഷൻ ആൻഡ് സ്ലീപ്പ് ഡിസ്ഫങ്ഷൻ. അപ്പൊ നമ്മള് എന്തൊക്കെ പറഞ്ഞു? വാസോ മോട്ടോർ സിംറ്റംസ് പറഞ്ഞു, യൂറോ ജെനൈറ്റൽ സിംറ്റംസ് പറഞ്ഞു, സെക്ഷുവൽ സിംറ്റംസ് പറഞ്ഞു, ഓസ്റ്റിയോപൊറോസിസ്, കാർഡിയോ വാസ്കുലർ ഡിസീസ് പറഞ്ഞു, ക്യാൻസേഴ്സ് പറഞ്ഞു, സ്ലീപ്പും ലോസ് ഓഫ് കോഗ്നിഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് മെനോപോസൽ സിംറ്റംസ് പറയുന്നത്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. വാസോമോട്ടർ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഹോട്ട് ഫ്ലഷസും സ്വെറ്റിങ്ങും ആണ് വാസോമോട്ടർ സിംറ്റംസ്. പിന്നെ യൂറോജെനറ്റൽ സിംറ്റംസ് എന്താണ്? അട്രോഫി വരുന്നതുകൊണ്ടുള്ള ഡ്രൈനസ് കൊണ്ടിട്ടാണ് യൂറോജെനറ്റൽ സിംറ്റംസ് വരുന്നത്. സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡിസ്പെരിയോണിയും ഡിക്രീസ് ലിബിഡോയും. പിന്നെ ഈ ഓസ്റ്റിയോപൊറോസിന്റെ കഥയൊക്കെ എഴുതാം. ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോപൊറോസിസ്, ഫ്രാക്ചർ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കേസിലൊക്കെ നേരത്തെ ബോൺ മിനറൽ ഡെൻസിറ്റി ഒക്കെ നോക്കുക. അതൊക്കെ നോക്കിയിട്ട് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നോൺ ഫാർമക്കോളജിക്കലും ഫാർമക്കോളജിക്കലായിട്ട് എഴുതാം. പിന്നെന്താണ് ബിസ്പോസ് അങ്ങനെ. പിന്നെന്താ വേണ്ടേ? കാർഡിയോവാസ്കുലർ ആയിട്ട് വരുന്ന സിംറ്റംസ് ആണ് കൊറോണറി ആർട്ടറി ഡിസീസ്, സ്ട്രോക്കും വീനസ് ട്രോംബോ എംബോളിസ് ആണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ കാര്യങ്ങളൊക്കെ. ഇത് പണ്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ പോസ്റ്റ് മെനോപോസൽ വിമൻ വിത്ത് ഓസ്റ്റിയോപൊറോസിസ് ഏതാ? ബിസ്ഫോസ്ഫോനേറ്റ്സ്. ഹോർമോൺ ഗിവൺ ഫോർ ഫ്ലഷിംഗ് ഇൻ പോസ്റ്റ് മെനോപോസൽ വിമൻ. ഏത് ഹോർമോണാ? ഈസ്ട്രജൻ. പിന്നെ മെനോപോസൽ സിംറ്റംസ് ഏതൊക്കെയാണ്? വാസോമോട്ടർ സിംറ്റംസ് ഉണ്ട്, യൂറോജെനിറ്റൽ സിംറ്റംസ് ഉണ്ട്, പിന്നെ വരുന്നു കാർഡിയോവാസ്കുലർ സിംറ്റംസ് ഉണ്ട്, സെക്ഷുവൽ സിംറ്റംസ് ഉണ്ട്, ഓസ്റ്റിയോപൊറോസിസ് വരാം, ക്യാൻസേഴ്സ് വരാം, ലോസ് ഓഫ് കോഗ്നിഷൻ, സ്ലീപ്പ് ഡിസ്ഫങ്ഷൻ. ഓക്കെ, പിന്നെ ആദ്യത്തെ ബാർത്തോളിൻസ് പറയണോ ഒന്നുകൂടെ? ഹലോ. ഓക്കെ, ബൈ. താങ്ക് യു. ഗൈനക്കോളജി കഴിഞ്ഞ കേട്ടോ. ഇനി ഒബ്സ്ട്രക്ടിക്സ് എല്ലാവരും സ്വന്തമായിട്ട് പഠിച്ചോണേ. ശരി. കൊറേ ഉണ്ടോ അത്? അറിയത്തില്ല. അതിനകത്ത് ആന്റിപാർട്ടം ഹെമറേജും പ്രിട്ടേം ലേബറും അബോഷനും ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് വീഡിയോ കിടപ്പുണ്ട്. ബാക്കിയൊക്കെ എല്ലാവരും സ്വന്തമായിട്ട് പഠിച്ചു. ഓക്കെ, അപ്പൊ ശരി.